2 ദിവസക്കാലമായി സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ക്യാമ്പിന് ശേഷം അന്തരീക്ഷത്തിൽ നിന്ന് സൃഷ്ടിച്ചെടുത്ത ഒരു വാർത്തയുമായി, വാർത്ത എന്ന് പറയാൻ പറ്റില്ലല്ലോ, വാർത്ത എന്ന് പറയുമ്പോൾ അടിസ്ഥാനമാണ്, അന്തരീക്ഷത്തിൽ നിന്ന് സൃഷ്ടിച്ചെടുത്ത ഒന്ന് വാർത്തയായി ഏറിയപ്പെടുന്നത് ശ്രദ്ധയിൽപ്പെടും. അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ മാധ്യമ സമ്മേളനം വിളിച്ചത്. വയനാട് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഏറ്റവും മാതൃകാപരമായ പ്രവർത്തനം നടത്തിയിട്ടുള്ള യുവജന സംഘടനകളുടെ യൂത്ത് കോൺഗ്രസ്, ഞങ്ങൾ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികൾ എന്ന നിലയിൽ ഞാനും അവരൊക്കെ അടക്കം എന്റെ സൗഹൃദത്തിൽ ഞങ്ങളെല്ലാം വരുന്നതിനും വിഷ്ണുവെല്ലാം നിങ്ങളിൽ അടക്കമുള്ള ആളുകൾ, ഇന്ത്യയിലുള്ള ഒരുപാട് ആളുകൾ ഏതാണ്ട് 27 ദിവസക്കാലമാണ് വയനാട്ടിൽ ചെലവഴിച്ചത്. നമുക്ക് ശീലമില്ലാത്ത രീതിയിൽ പ്രകൃതി ഒരു സംഹാരമാടിയപ്പോൾ നാട് പുറത്തടിച്ചു നിന്നപ്പോൾ നാടിനെ ഒരു ഗവൺമെന്റ് മിഷണറിയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് അതിന് പ്രതിരോധമേൽക്കാൻ ശ്രമിച്ച ഒരു യുവജന സംഘടനയിൽ അഭിമാനത്തോടുകൂടി തന്നെയാണ് വയനാട്ടിലെ പ്രവർത്തനം ചെയ്യുന്നത്. അന്ന് മനസ്സ് വിറങ്ങലിച്ചു പോകുന്ന നിരവധി കാഴ്ചകളുണ്ടായിരുന്നു. ആദ്യമായി നിലമ്പൂർ ആശുപത്രിയിലേക്ക് ചെല്ലുമ്പോൾ മൃത ശരീരം കാണണമോ എന്ന് ചോദിക്കുമ്പോൾ കാണുന്നത് ഒരു കിഡ്നിയാണ്, ഒരു മനുഷ്യന്റെ ഒരു ശരീര അവയവമാണ്. അതൊക്കെ മനസ്സ് വിറങ്ങലിച്ചു പോയി. അങ്ങനെയാണ് ചുരങ്ങേറി മേളിലെത്തി അവിടുത്തെ പല മനുഷ്യന്മാരുടെ നിസ്സഹായാവസ്ഥ കണ്ടിട്ടാണ് വയനാടിനെ പുനഃസൃഷ്ടിക്കുവാൻ വേണ്ടിയിട്ടുള്ള സർക്കാർ പദ്ധതിക്കൊപ്പം നിൽക്കാം എന്ന് പറഞ്ഞ് ശ്രീ രാഹുൽ ഗാന്ധി 100 വീടുകൾ പ്രഖ്യാപിച്ചപ്പോൾ അതിനോടൊപ്പം 30 വീടുകൾ നിർമ്മിച്ചു നൽകാമെന്ന് സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി അന്ന് ഉണ്ടായ ഞങ്ങളുടെ പ്രഖ്യാപനത്തിലെല്ലാം പറഞ്ഞിരുന്നു. 8 ലക്ഷം രൂപ വില മതിക്കുന്ന 30 വീടുകൾ ഞങ്ങൾ നിർമ്മിച്ചു. അപ്പൊ അത് കൂടാതെ ഭവന നിർമ്മാണം കൂടാതെയുള്ള നിരവധി പ്രവർത്തനങ്ങൾ ഞങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. ചിലരുടെ ജീവിതത്തെ പറ്റി ഇപ്പൊ മീഡിയ വണിന്റെ ഒരു വാർത്ത ഉണ്ടായിരുന്നു. ഒരു പാവപ്പെട്ട മനുഷ്യൻ വിവാഹ ചെലവിന് വേണ്ടി വെച്ചിരുന്ന 1 ലക്ഷം രൂപ നഷ്ടമായിരുന്നു. അപ്പൊ മീഡിയ വണിന്റെ വാർത്ത എന്നോട് അതിനെപ്പറ്റി എന്താണ് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമെന്ന് ചോദിച്ചു. ഒരു കോൺട്രിബ്യൂഷൻ തരുവാൻ കഴിയുമെന്ന് ചോദിച്ചു. ഞാൻ ആ വാർത്ത കേട്ട് ഇവരോ എല്ലാവരോടും ആലോചിച്ച് ഞങ്ങൾ പറഞ്ഞു 1 ലക്ഷം രൂപ ഞങ്ങൾ കൊടുത്തു. ആൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങളെല്ലാം ലൈബ്രറിയിൽ അന്വേഷിച്ചു. റിപ്പോർട്ടർ എന്ന് പറയുന്ന മാധ്യമ സ്ഥാപനത്തിന്റെ ഒരു വാർത്തയായിരുന്നു നിയാസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന് ജീപ്പ് നഷ്ടമായതുമായി. ആ വാർത്ത കണ്ടു. അതിന്റെ അധികൃതർ സംസാരിച്ചു, നിയാസുമായിട്ട് സംസാരിച്ചു. നിയാസിന് ജീപ്പ് വാങ്ങി ഇപ്പോൾ സംസ്ഥാനം വരുന്നു. അതുപോലെ ഒരുപാട് പേർക്ക് ചെയ്യാൻ കഴിയുന്ന സഹായം, 6 മാസത്തെ ശമ്പളം ഒരാൾക്ക് കൊടുക്കണം എന്ന് പറയുന്നത് എല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നീട് ഞങ്ങളുടെ കമ്മിറ്റ്മെന്റ് 50 ആളുകൾക്ക് വീട് ഒരുക്കി കൊടുക്കും. സർക്കാർ തരുന്ന ലിസ്റ്റ് അനുസരിച്ച് 50 ആളുകൾക്ക് വീട് ഒരുക്കി കൊടുക്കും, വാടക വീട് ഒരുക്കി കൊടുക്കും എന്നുള്ള കാര്യമായിരുന്നു. സർക്കാർ തന്ന ലിസ്റ്റിൽ, സർക്കാർ പറഞ്ഞാൽ പ്രാദേശികമായിട്ടുള്ള ഭരണകൂടം നിന്നിട്ടുള്ള ലിസ്റ്റിനനുസരിച്ച് അവർക്കെല്ലാവർക്കും വീട് ഞങ്ങൾ നേരിട്ട് നിന്നിട്ട് തന്നെ വാടക വീടുകൾ ഒരുക്കി കൊടുക്കുന്ന സാഹചര്യമുണ്ട്. വിദ്യാഭ്യാസ സഹായം ആവശ്യമായിട്ടുള്ള ആളുകൾക്ക് ചെയ്ത സാഹചര്യമുണ്ട്. അത് കൂടാതെയാണ് വീട്. വീടുമായി ബന്ധപ്പെട്ട് സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി എടുത്ത തീരുമാനം പണമായി നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു വിവാഹത്തിന്റെ കാറ്ററിംഗ് അടൂർ അസംബ്ലി യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി എടുത്തപ്പോൾ ഞാൻ വ്യക്തിപരമായി വിളമ്പാൻ പോകും. എന്നോടൊപ്പം ഇരിക്കുന്ന അഭിനന്ദൻ, അദ്ദേഹത്തിന്റെ കുഞ്ഞിന്റെ മാമോദിസ ചടങ്ങിന് വേണ്ടി വെച്ചിരുന്ന പണം സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭവന നിർമ്മാണത്തിലേക്ക് കൊണ്ടുവരണം. അപ്പൊ അതടക്കം ഇവരെല്ലാവരും അതിന്റെ ഭാഗമായി ഞങ്ങള് മീൻ വിൽക്കാൻ പോയിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസിന്റെ സഹപ്രവർത്തകർ പായസ ചടങ്ങ് നടത്തിയിട്ടുണ്ട്, വാഹനം കഴുകിയിട്ടുണ്ട്, കാറ്ററിംഗ് വർക്ക് നടത്തിയിട്ടുണ്ട്. അങ്ങനെ വിവിധ ഇത്തരത്തിലുള്ള എഫേർട്ടുകൾ, പഴയ സാധനങ്ങൾ, ആഗ്രസാധനങ്ങൾ ഇറക്കിയിട്ടുണ്ട്, പഴയ പത്രങ്ങൾ സമാഹരിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഞങ്ങൾ ധനസമാഹരണത്തിലേക്ക് കടന്നത്. ആ ധനസമാഹരണത്തിലേക്ക് കടന്ന് ഞങ്ങളുടെ അസംബ്ലി കമ്മിറ്റിക്ക് ആകെ കൊടുത്തിരിക്കുന്ന ടാർഗറ്റ്, കഴിഞ്ഞ ദിവസം അത്രയും ചില താരതമ്യങ്ങളും കണ്ടു. ഡിവൈഎഫ്ഐ 3 രൂപ കൊടുത്തു, യൂത്ത് കോൺഗ്രസ് എത്രയും കൊടുത്തു. ഞങ്ങളുടെ ടാർഗറ്റ് തന്നെ 2,40,00,000 രൂപയാണ്. അസംബ്ലി കമ്മിറ്റികളോട് ഞങ്ങൾ ആവശ്യപ്പെട്ടത് 2.5 ലക്ഷം രൂപ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിക്ക് തരണമെന്നാണ് അസംബ്ലി കമ്മിറ്റികളോട് ആവശ്യപ്പെട്ടത്. അപ്പൊ അതിന്റെ ആദ്യ ഘട്ടത്തിൽ എല്ലാവരും പണം അടയ്ക്കുകയും ചെയ്തു. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഇപ്പൊ ക്യാമ്പിന്റെ ഒരു വിഷയം പറഞ്ഞാൽ, വയനാട് പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ വാർത്ത കൊടുത്തുകൊണ്ട് സ്റ്റേറ്റ്മെന്റ് ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. ഇനി നിങ്ങൾക്ക് ഇതിന്റെ കണക്കാണ് വിഷയമെങ്കിൽ ഞങ്ങൾ ആ പോസ്റ്ററിൽ കൊടുക്കുന്ന അക്കൗണ്ടാണ് സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ അക്കൗണ്ടാണ്. അപ്പോ അങ്ങ് കൈരളിയുടെ മാതിരി പ്രവർത്തനമാണ്. ഇപ്പോ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അങ്ങേക്ക് പരിശോധിക്കണം. അതായത് ഈ ഫണ്ട് കളക്ഷൻ ആരംഭിച്ച ദിവസം തൊട്ട് ഇന്നത്തെ ദിവസം വരെ
1 രൂപ ഈ അക്കൗണ്ടിൽ നിന്ന് 1 രൂപ, ഒരുപാട് വേണം, മുഖ്യമാണല്ലോ ഈ സൈബർ സ്പേസിലുള്ള ആളുകൾ, ചില ഉത്തരവാദപ്പെട്ട MLA-മാർ പറയുന്നത്. 1 രൂപ ആ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പിൻവലിച്ചു എന്ന് തെളിയിച്ചാൽ, ബാങ്ക് സ്റ്റേറ്റ്മെന്റ് കൈകളിലെ മാധ്യമപ്രവർത്തന അംഗീകരണം, 1 രൂപ പിൻവലിച്ചു എന്ന് തെളിയിച്ചാൽ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ എന്ന് പറയുന്ന പദവി ഇപ്പൊ രാജിവെച്ചിട്ട് അംഗീകരിക്കാത്തത്. അതൊക്കെ എനിക്ക് ഫ്ലാഷ് ന്യൂസ് ആയിട്ട് ഉൾക്കൊള്ളാൻ സാധിക്കും. അങ്ങോട്ട് പറയാണ് എന്റെ പാർട്ടി തീർന്നില്ല. അങ്ങ് ദയവ് ചെയ്ത് ഇടപെടരുത്. ഞാൻ പറഞ്ഞത് അങ്ങേക്ക് വെരിഫൈ ചെയ്യാം, അല്ല അങ്ങേക്ക് വെരിഫൈ ചെയ്യാം. അതല്ല നീ ഏഷ്യാനെറ്റ്, ഇവിടെ ഏഷ്യാനെറ്റിന്റെ റിപ്പോർട്ട് വരുമ്പോൾ അപ്പൊ അദ്ദേഹം നിലവിലെ റിപ്പോർട്ട് ഏഷ്യാനെറ്റിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഏഷ്യാനെറ്റിന് വെരിഫൈ ചെയ്യാം, മനോരമയുടെ റിപ്പോർട്ടുകൾ വെരിഫൈ ചെയ്യാം, 24-ന്റെ വെരിഫൈ ചെയ്യാം, മാതൃഭൂമിയുടെ വെരിഫൈ ചെയ്യാം, ഏത് റിപ്പോർട്ടിലും വേണമെങ്കിൽ ഈ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് വെരിഫൈ ചെയ്യാം. 1 രൂപ ആ ബാങ്കിൽ നിന്ന് സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി പിൻവലിച്ചു എന്ന് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ പറ്റിയാൽ, ഒരുപാടുണ്ട്, 1 രൂപ പിൻവലിച്ചു എന്ന് തെളിയിക്കാൻ പറ്റിയാൽ ഇപ്പോൾ ഈ നിമിഷം സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷ സ്ഥാനത്ത് അയച്ചിട്ടുണ്ട് കത്ത്. ഒന്ന്, ഇനി ബാങ്ക് അറിയാതെ ഡ്രോ ചെയ്യാൻ പറ്റത്തില്ല. ഞങ്ങൾ കരുവന്നൂർ ഭരണസമിതി നോക്കുന്നുണ്ട്, ബാങ്ക് അറിയാതെ നമ്മൾ എടുക്കാറില്ല. അതെന്തായാലും ഞങ്ങൾക്ക് കഴിയില്ല. മറ്റെന്തെങ്കിലും മാർഗത്തിലൂടെ നിങ്ങൾ തെളിയിച്ചോ. ഓപ്പൺ ചലഞ്ച് അല്ല. ഈ വാർത്ത കൊടുത്ത എല്ലാ സ്നേഹിതന്മാരോടും ചോദിക്കുകയാണ്. ഇനി അതിൽ തന്നെ വ്യക്തിപരമായ ഒരു പ്രയാസം കൂടി പറയാം. ഇത് എത്രാമത്തെ തവണയാണ് ഒരേ തരത്തിൽ നിങ്ങൾ എന്നെ ഷെയ്ഡിൽ നിർത്താൻ ശ്രമിക്കുന്നത്? ഞങ്ങൾ എല്ലാവരും കൂടെ ഷെയ്ഡിൽ നിർത്താനാണ് നിങ്ങൾ ശ്രമിച്ചത്. നിങ്ങൾ എനിക്കുള്ള പരിഭവമാണ് പറയുന്നത്, ആരും അത് വ്യക്തിപരമായിട്ട് എടുക്കുന്നത്. പാലക്കാട് ഞാൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോ നിങ്ങളൊരു പെട്ടിയുടെ വാർത്ത കൊടുത്തു. എന്നെ കള്ളപ്പണക്കാരനെ ചിത്രീകരിക്കാനുള്ള ശ്രമം നടത്തി. ആ ശ്രമം നടത്തിയിട്ട് അവിടുത്തെ ജില്ലാ പോലീസ് മേധാവി CPM-ന്റെ ജില്ലാ കമ്മിറ്റി കൊടുത്ത പരാതികളിൽ FIR പോലും എടുക്കാൻ കഴിയില്ല എന്ന ഇവർ നിങ്ങൾ എത്ര പേർ അതേ ആർജവത്തോടുകൂടി അതേ പ്രാധാന്യത്തോടുകൂടി ബ്രേക്ക് ചെയ്തു? നിലമ്പൂരിൽ സമാനമായ ഒരു പെട്ടി പരിശോധന നാളുകളുണ്ടായി. ഇപ്പൊ ഏറ്റവും ഒടുവിൽ നിങ്ങൾ ഇത്തരത്തിൽ ഒരു ബാങ്കിലൊന്നും വിളിച്ചു ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്ന ഒരു വിവരത്തിൽ, ഒരു വിഷയത്തിനകത്ത് നിങ്ങൾ നിരന്തരമായി സാമ്പത്തിക കുറ്റവാളിയെ ചിത്രീകരിക്കാൻ ശ്രമം നടത്തുന്നത് അത്ര നല്ല പ്രവണതയായി എനിക്ക് എന്റെ സുഹൃത്തുക്കളുടെ നിലയിൽ നിങ്ങളോട് അതിനൊരു പരിഭവം കൂടി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുക. ഇനി 2, നിങ്ങൾ ചോദിക്കണം, വയനാട് റീബിൽഡ് പദ്ധതി ചർച്ച ചെയ്യപ്പെടുന്നതിനകത്ത് സന്തോഷമേ ഉള്ളൂ. അപ്പൊ ചോദിക്കും, ഇപ്പൊ ഞങ്ങളുടെ അക്കൗണ്ടിൽ 88,68,827 രൂപയുണ്ട്. 88,68,827 രൂപ. ഇനി നിങ്ങളോട് ഞാനൊരു വിവരം കൂടെ പറയാം. യൂത്ത് കോൺഗ്രസിന്റെ ചില പരിപാടികളുമായിട്ട് ബന്ധപ്പെട്ട് വരെ സംഭാവന ചെയ്തിരുന്നു. ആ സംഭാവന പോലും ഇത് വയനാട് ഫണ്ട് കളക്ഷന്റെ പണം വന്ന അക്കൗണ്ടിലേക്ക് വന്നത് പോലും ഞങ്ങൾ എടുത്തിട്ടില്ല. അത്ര സുതാര്യമായിട്ടാണ്. കാരണം അത് നാളുകളിൽ ഇങ്ങനെ ഒരു ചോദ്യം വരാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് ആ പണം വന്നിട്ട് പോലും അതിനൊന്നും ശരിയാക്കാത്തത്. ഇനി ആ പണം കൂടി ഈ ഭവന നിർമ്മാണത്തിന് വേണ്ടി ഞങ്ങൾ ഉപയോഗിക്കും. ഇനി എന്തുകൊണ്ടാണ് വൈകുന്നത് എന്നുള്ളതാണ് നിങ്ങളുടെ ചോദ്യം. അത് നമുക്ക് ഒരു ഡിസ്കഷൻ കൊണ്ടുവരാം. സംസ്ഥാന ഗവൺമെന്റിന് 780 കോടി രൂപ നമ്മൾ സമാഹരിച്ചു, അല്ലെ? 780 കോടി രൂപ സംസ്ഥാന സർക്കാരിന്റെ കയ്യിൽ ഇതുമായി ബന്ധപ്പെട്ട് കിട്ടിയിട്ട് സംസ്ഥാന സർക്കാർ ഇന്ന് വരെ നിർമ്മിച്ചു കൊടുത്ത ഒറ്റ വീടിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ 1 വർഷം കഴിഞ്ഞു. ഈ 1 വർഷത്തിനിടയിൽ സംസ്ഥാന സർക്കാർ നിർമ്മിച്ചു നൽകിയ ഒരു വീട്, ഒറ്റ വീട് പറയാൻ കഴിയും. എന്നാൽ ഈ വാർത്ത കൊടുക്കുമ്പോൾ 1-2 മാധ്യമ പ്രവർത്തകർ അബദ്ധത്തിലാണെന്ന് ഞാൻ ഇപ്പോൾ വിശ്വസിക്കുന്നത്. DYFI 100 വീട് നിർമ്മിച്ച് നൽകിയെന്ന് പറഞ്ഞു. DYFI നിർമ്മിച്ച് നൽകിയ 100 വീട്ടിൽ ഒരു വീട് നിങ്ങൾ കാണിച്ചാൽ, ഒരു വീട്, ഒറ്റ വീട് കാണിച്ചാൽ DYFI എന്താ ചെയ്തത്? DYFI സമാഹരിച്ച പണം സർക്കാരിന് കൊടുത്തു. സർക്കാർ മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിൽ കൊടുത്തു. ജനങ്ങൾ മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിൽ കൊടുക്കുന്നില്ല. പിന്നെന്തിനാ വേറൊരു കളക്ഷൻ ഏജന്റ് ആകുന്നതിന്? നമുക്ക് ഗവൺമെന്റിന്റെ കാലതാമസത്തെ അതിജീവിച്ച് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്നുള്ളതല്ലേ ചോദ്യം. നമുക്ക് ഈ സർക്കാരിന്റെ ദുരിതാശ്വാസ നിധിയെ കണ്ണും കൂട്ടി വിശ്വസിക്കാൻ പറ്റുമോ? കഴിഞ്ഞ ദിവസം നിങ്ങൾ വയനാട്ടിലെ അവർക്ക് കൊടുത്തുകൊണ്ടിരുന്ന സഹായം, 9,000 രൂപ സഹായം നിർത്തലാക്കിയ ആളുകളുടെ പ്രതിഷേധം നിങ്ങൾ കണ്ടില്ലേ? വയനാട്ടിലെ ആളുകൾക്ക് അവരുടെ എന്തെങ്കിലും ഒരു ഉപജീവന മാർഗത്തെ പറ്റി സർക്കാർ ചിന്തിച്ചു. ഞങ്ങൾ വാഹനം വാങ്ങി നൽകിയിട്ടുണ്ട്. ഈ സർക്കാർ എത്ര കോടി രൂപ ഇട്ടിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പ്രത്യക്ഷത്തിൽ ബോധ്യമുള്ള ആളുകളാണ്. മുണ്ടക്കെ ചുരുമലയിലെ ആളുകളുടെ പ്രധാനപ്പെട്ട വരുമാന മാർഗം എന്തൊക്കെയാ വരുമാനം? 1, കൃഷി. 2, അവിടുത്തെ ആ ജംഗ്ഷനിൽ കടമുറിയിൽ കച്ചവടം നടത്തിക്കൊണ്ടിരുന്ന ആളുകൾ. 3, ഓട്ടോറിക്ഷ ഡ്രൈവർമാർ. 4,
ജീപ്പ് ഓടിക്കുന്നത്. ഒറ്റ ഉരുൾപൊട്ടലിൽ 4 വരുമാന മാർഗം അവസാനിച്ചു അല്ലേ? കൃഷി നശിച്ചു, അവിടുത്തെ കടകളില്ല, അവർക്ക് ഓട്ടോ ഇല്ല, ജീപ്പില്ല. ഇതിനകത്ത് ഏതെങ്കിലും ഒന്നിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ സർക്കാർ കഴിഞ്ഞിട്ടുണ്ടോ? ഒറ്റ ഓട്ടോ ഒരാൾക്ക് ഈ സർക്കാർ ഓട്ടോ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടോ? ഒരു ജീപ്പ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടോ? ഒരാൾക്ക് ഈ സർക്കാർ വീട് വെച്ചു കൊടുത്തിട്ടുണ്ടോ? അപ്പൊ 780 കോടി രൂപ നമ്മൾ സമാഹരിച്ചു കൊടുത്തൊരു സർക്കാർ ആ പണത്തിന് മുകളിൽ നിഷ്ക്രിയമായി നോക്കിയിരിക്കുകയാണ്. എന്നിട്ടാണ് സർക്കാർ സ്പോൺസേഡ് ആയിട്ടുള്ള ഇത്തരം വാർത്തകൾ വരുന്നത്. ഇനി 2, ഇതുമായി ബന്ധപ്പെട്ട് മനോരമയുടെ റിപ്പോർട്ടുള്ളത് കൊണ്ട് മനോരമയുടെ വാർത്ത ഓഗസ്റ്റ് 16, 2024 ഞങ്ങൾ കൊടുത്ത കത്ത് കൊടുത്തു. ആർക്കാ കത്ത് കൊടുത്തെന്ന് അറിയാമോ? ഞങ്ങൾ എല്ലാവരും കൂടെ മന്ത്രിസഭാ ഉപസമിതി അംഗമായ ശ്രീ മുഹമ്മദ് റിയാസ് കത്ത് കൊടുത്തു. ഞങ്ങൾ ആവശ്യം എന്താണെന്ന് അറിയാം. ഒന്നാമത്, യുവജന സംഘടനകൾ പ്രഖ്യാപിച്ച വീടുകൾ നിർമ്മിക്കുന്നതിന് പൊതുവായ ഭൂമി സർക്കാർ അനുവദിച്ചാൽ വീടുകൾ നിർമ്മിച്ചു നൽകാൻ കഴിയും. ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്ക് എനിക്ക് ഈ വാർത്ത പരിശോധിക്കാം. മനോരമയുടെ ലൈബ്രറിയിൽ ഉണ്ടാകും. ഓഗസ്റ്റ് 16, 2024 വന്ന വാർത്തയാണ്. മുഖ്യമന്ത്രിക്ക് ഇതുമായി ബന്ധപ്പെട്ട് 2 കത്ത് കൊടുത്തു. ഞങ്ങൾക്ക് ഭവന നിർമ്മാണത്തിലേക്ക് അടക്കം ഭൂമി വിട്ടു തന്നു. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താ? അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഭൂമിയല്ല. ഞങ്ങൾ 2 തവണ മുഖ്യമന്ത്രി കത്ത് കൊടുത്തു. ഭൂമി വിട്ടു തന്നു, ഞങ്ങൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാം. തന്നിട്ടുണ്ടോ? ഒരാൾക്കെങ്കിലും 1 തുണ്ട് ഭൂമി സർക്കാർ കൊടുത്തിട്ടുണ്ടോ? 2, അതിനുശേഷം ഞങ്ങൾ വീണ്ടും ഒരു പ്രപ്പോസൽ വെച്ചു. ഞങ്ങൾക്കൊരു ഭൂമി കിട്ടി, ഞങ്ങൾക്ക് ഒരാൾ 2.5 ഏക്കർ ഭൂമി തരാമെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ഒരു ഹൗസിംഗ് കോംപ്ലക്സ് നിർമ്മിക്കാൻ തീരുമാനിച്ചു. പക്ഷെ അത് ഈ മുണ്ടക്കൈ ചൂർമലയിൽ നിന്ന് വളരെ ദൂരെയാണ്, ഒരു 10-40 കിലോമീറ്റർ അപ്പുറയാണ്. അപ്പൊ അവിടുത്തെ ആളുകൾക്ക് അവിടേക്ക് ഒരു പറിച്ചു നിലയിൽ പ്രായോഗികമായി പ്രയാസമാണെന്ന് പറഞ്ഞു. വീണ്ടും മുഖ്യമന്ത്രി കത്തുള്ളൂ, ഞങ്ങളുടെ പക്കൽ 2.5 ഏക്കർ ഭൂമിയുണ്ട്, പകരം ഈ ഭൂമി ഏറ്റെടുത്തിട്ട് പകരം ഞങ്ങൾക്ക് ഭൂമി തരും. ഞങ്ങൾക്ക് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിക്ക് തരാനല്ലോ പറയുന്നത്, ഈ സാധു മനുഷ്യന്മാർ കൊടുക്കാനല്ലേ പറയുന്നത്. സർക്കാർ ചെയ്തിട്ടുണ്ടോ? ഒരാൾക്ക് 1 തുണ്ട് ഭൂമി സർക്കാർ കൊടുത്തിട്ടുണ്ടോ? 1 തുണ്ട് ഭൂമി. അപ്പൊ ഇതൊന്നും ചെയ്യാതെ 780 കോടി രൂപയുടെ മുകളിൽ അടങ്ങിയിരിക്കുന്ന ഒരു സർക്കാരിനെ വിമർശിക്കാതെയുള്ള ഇത്തരം വാർത്തകൾ, അത് ഇതിന്റെ പൊതുവായ ലക്ഷ്യത്തിന്റെ ഫോക്കസാണ്. ഇപ്പോഴും ഞങ്ങൾ പറയുന്നുണ്ടല്ലോ, ഞങ്ങൾ 1 രൂപ അതിൽ നിന്ന് എടുത്തിട്ടില്ല. 30 വീടെന്ന് പറയുന്നത് ഞങ്ങളുടെ കമ്മിറ്റ്മെന്റ് ആണ്. ഇനി സർക്കാർ ഭൂമി തരാൻ വൈകുന്നതുകൊണ്ട് ഇന്ന് KPCC പ്രസിഡന്റ് പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ, കോൺഗ്രസ് വസ്തു ഏറ്റെടുത്ത് ഭവന നിർമ്മാണത്തിലേക്ക് പോവാ. ലീഗിന് എന്താ സ്വന്തമായിട്ട് വെക്കേണ്ടി വന്നത്? നിങ്ങൾ കാണുന്നില്ലേ വാർത്ത? ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് സ്വന്തമായി ഭൂമി കണ്ടെത്തിയിട്ട് അവർ ഭവന നിർമ്മാണമായിട്ട് നിന്നു. നിങ്ങൾ ഈ സർക്കാരിനെ ഡിപ്പെൻഡ് ചെയ്ത് ഞങ്ങൾക്ക് പറ്റിയത്. ഇപ്പൊ ഞങ്ങൾ ഭൂമി കണ്ടെത്തി, കോൺഗ്രസ് കണ്ടെത്തുന്ന ഭൂമിയിൽ യൂത്ത് കോൺഗ്രസിന് 30 വീടുകളും വയ്ക്കും. അപ്പൊ ഞാൻ പറയുന്ന ഒരു വാർത്ത കൊടുക്കുമ്പോൾ നമുക്ക് മിനിമം ക്രോസ് ചെക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വാർത്ത, ഒരു ഫോൺ കോളിൽ ക്രോസ് ചെക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വാർത്ത, ആ വാർത്ത അങ്ങനെ കൊടുത്തത് ശരിയായോ ഇല്ലയോ എന്ന് അവരവരുടെ ആത്മപരിശോധന നടത്തണം എന്നുള്ളൊരു അഭ്യർത്ഥനയാണ് വെക്കാനായിട്ടുള്ളത്. ഇനി അതുമായി ബന്ധപ്പെട്ട് പരാതിക്കാരി ഉണ്ടായിരുന്നു അല്ലെ? എന്താ പേര്? ലക്ഷ്മി. ഇന്നലെ 1-2 മാധ്യമങ്ങളിൽ കൊടുത്തൊരു വാർത്തയാണ്, യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാർ വാങ്ങിയ പണം ദുരുപയോഗം ചെയ്തു. ഇനി അവരൊന്ന് പറയുന്നത് ഞങ്ങൾ പണം ആരുടെ കയ്യിൽ നിന്ന് വാങ്ങിയില്ല. ഇനി ആരാ ലക്ഷ്മി പറയുന്നത്? പരാതി കൊടുത്ത ലക്ഷ്മിയെ കാണും. മുൻപ് അനിലക്കരയ്ക്കെതിരെ പരാതി കൊടുത്ത മീറു ജോൺസ് ഉണ്ടായിരുന്നു, ഇതുവരെ കണ്ടുകിട്ടിയിട്ടില്ല. നമ്മുടെ മറവത്തൂർക്കരയിലെ കോരസാറിനെ പോലെ ഇതുവരെ കണ്ടിട്ടില്ല, കേട്ടിട്ട് മാത്രമേ ഉള്ളൂ. പക്ഷെ ഈ ലക്ഷ്മി എന്തായാലും ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അഡ്വക്കേറ്റ് ലക്ഷ്മിയിലാണ് എറണാകുളത്തെ യൂണിവേഴ്സൽ ലോ ഹൗസിലെ അഡ്വക്കേറ്റ് ആണ് ലക്ഷ്മി രാമൻ. ആ സ്ഥാപനത്തിലെ ഒരാളെ നിങ്ങൾക്ക് പരിചയമുള്ള ആളാണ്. പരാതി കൊടുത്ത സതുദ്ദേശപരമായി വയനാട് ഫണ്ട് കളക്ഷൻ യൂത്ത് കോൺഗ്രസുകാർ മുഖി എന്ന ആശങ്ക പെട്ടെന്നുണ്ടായിട്ട് പരാതി കൊടുത്ത ലക്ഷ്മി, ആ ലക്ഷ്മിയാണ്. ആ ലക്ഷ്മി CPM-ന്റെ മാധ്യമ ചർച്ചകളിലേക്ക് സ്ഥിര സാന്നിധ്യമായ അഡ്വക്കേറ്റ് KS അരുൺകുമാർ എന്ന് പറയുന്ന വ്യക്തിയുടെ ഓഫീസിലെ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകയായി അഭിഭാഷക വൃത്തി നടത്തുന്ന ആളാണ്. കുഴപ്പമുണ്ട് പറയട്ടെ, ആവശ്യപ്പെടാതെ. അതുകൊണ്ടുള്ള കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഐഡന്റിറ്റി റിവീൽ ചെയ്തിട്ട് പറഞ്ഞാൽ മതിയല്ലോ. ഇനി അവരാർക്കാ പണം കൊടുത്തേക്കുന്നു? അവരാർക്ക് പണം കൊടുത്തു? ഏത് കമ്മിറ്റിക്ക് പണം കൊടുത്തു? യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി റിസീപ്റ്റ് വെച്ചിട്ട് ഒരാളെ നിന്ന് പണം വെച്ചിട്ടില്ലല്ലോ. ഞങ്ങൾ ചലഞ്ചുകളാണല്ലോ നടത്തിയത്. ഇനി ചലഞ്ചുകളാണ് നടത്തിയതെങ്കിൽ അതിൽ നിന്ന് ആരാണ് പണം മാറ്റിയത്? അങ്ങേക്ക് തെളിയിക്കാം. അന്ന് വാർത്ത കൊടുത്തല്ലോ, കൈകളിൽ ഞാൻ പല വാർത്തകളും കണ്ടു. അന്നൊന്നും തെളിയിക്കും. 1 രൂപ അതിൽ നിന്ന് മാറ്റി അന്ന് തെളിയിക്കും. അങ്ങനെ ഒരു ബാക്ക് സ്റ്റേറ്റ്മെന്റ് ഇരിക്കുക നോക്കാൻ കഴിയും. എന്താ നോക്കാൻ താല്പര്യമില്ലാത്ത? ശരി ശരി.
ശരി ശരി. അപ്പൊ ഇതാണ് പറയാനായിട്ടുള്ളത്. ദയവ് ചെയ്ത് ഇത്തരം വാർത്തകൾ കൊടുക്കുമ്പോൾ ഒന്ന് ക്യാമ്പുമായി ബന്ധപ്പെട്ട് ഒരു പ്രതിനിധി, ഒരിക്കൽ കൂടി പറയുന്നു, ക്യാമ്പുമായി ബന്ധപ്പെട്ട് ഒരു പ്രതിനിധി അങ്ങനെ ഒരു വാചകം പറഞ്ഞിട്ടില്ല. മാത്രമല്ല, വയനാട്ടിൽ നടത്തിയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ, യൂത്ത് കോൺഗ്രസ് നടത്തിയ പ്രവർത്തനങ്ങൾ അങ്ങേയറ്റം മാതൃകാപരമാണ് എന്ന് 14 ജില്ലാ കമ്മിറ്റി അഭിപ്രായപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. അപ്പൊ ഇവിടുന്ന് അങ്ങനെ വാർത്ത ഓക്കെ. ഈ മുസ്ലിം ലീഗിന് 105 വീടുകൾ നിർമ്മിച്ചു കൊടുക്കാൻ അതായത് നമ്മൾ സർക്കാരിനോടാണ് ആവശ്യപ്പെട്ടത്, ഭൂമി തരണം. സർക്കാർ തരുന്നില്ല. സർക്കാർ തരുന്നതെന്ന് പറഞ്ഞാൽ നമ്മള് സർക്കാർ ജനങ്ങളെ പറ്റിക്കുന്ന പോലെ നമ്മൾ പറ്റിക്കാനല്ല. ആ സമയത്ത് വയനാട് ദുരന്തത്തിന്റെ തൊട്ട് പിന്നാലെ അവിടെ കൂടിയ അവലോകന യോഗത്തിലും അതുപോലെ ഈ വീട് നിർമ്മിക്കാൻ താല്പര്യപ്പെട്ടവരെല്ലാം കൂടി വിളിച്ചുകൊണ്ടുള്ള ഒരു യോഗം കൂടിയായിരുന്നു. അതിൽ തന്നെ സർക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, സർക്കാർ ഭൂമി വിട്ട് അങ്ങനെ ഒരു തീർപ്പിലോട്ടൊന്നും സർക്കാർ എത്തിയിട്ടില്ല. നമ്മുടെ ആവശ്യമാണ്. ബാക്കി വീട് നിർമ്മിച്ച് നൽകുന്നവരെല്ലാം സ്വന്തമായിട്ട് ഭൂമി കണ്ടെത്താനാണ് ബുദ്ധിമുട്ടുന്ന ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷെ ബാക്കിയുള്ളവരെല്ലാം ലീഗൽ ഉൾപ്പെടെ 105 വീടുകൾ നിർമ്മിച്ചു കൊടുക്കാൻ അവർക്ക് പറ്റുള്ളൂ. വിവിധ സഭകളിൽ വീടുകൾ വെച്ച് കൊടുക്കുന്നുണ്ട്. പീപ്പിൾ ജമാഅത്ത് ഇസ്ലാമിയുടെ 30 വീടുകൾ അവിടെ നിർമ്മിക്കുന്നുണ്ട്. ഞങ്ങൾ അതുകൊണ്ട് പിന്നെ ഞങ്ങളുടെ ഭൂമി കണ്ടെത്തുക, ഞങ്ങൾ സർക്കാരിനെ ഡിപെൻഡ് ചെയ്യുന്നത്. ഞങ്ങൾ ഭൂമി കണ്ടെത്തിയിട്ടുണ്ട്. ഞങ്ങൾ 2.5 ഏക്കർ ഭൂമി കണ്ടെത്തിയിരുന്നു. നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചല്ലോ, വയനാട്ടിൽ ഭൂമി കണ്ടെത്താൻ പ്രയാസമായതുകൊണ്ട് പാലക്കാട് ജില്ലയിൽ താമസിക്കുന്ന ആ വസ്തുവിന്റെ ഡീറ്റെയിൽസ് തരാം. ഞങ്ങൾക്ക് അവർ 2.5 ഏക്കർ ഭൂമി സൗജന്യമായി തന്നെ വിട്ടുതരാമെന്ന് സംബന്ധിച്ചിരുന്നു. ആകെ അവർ പറഞ്ഞത് അവരുടെ മരണപ്പെട്ട മാതാവിന്റെ പേരിൽ ഒരു കവാടം അവിടെ ഉണ്ടാകണമെന്ന് പറഞ്ഞാൽ കണ്ടീഷൻ ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്തു. പക്ഷെ ഒരു പ്രശ്നം, ഇത് ഈ പ്രദേശത്തുനിന്ന് വളരെ ദൂരം മാറിയില്ല. അപ്പോഴാണ് ഞങ്ങൾ രണ്ടാമത്തെ കണ്ടീഷൻ വെച്ചത്. ഞങ്ങൾ ചോദിച്ചു, കണ്ടീഷൻസ് അല്ല, ഞങ്ങൾ ചോദിക്കുകയാണ്, ഗവൺമെന്റിനോട് ചോദിക്കുകയാണ്. അങ്ങനെ സാധാരണ ഇത് ഉണ്ടാകാറില്ല. ഗവൺമെന്റിന് പകരം ഭൂമി കൊടുത്തിട്ട് ഗവൺമെന്റ് ഭൂമി തരുന്ന സാഹചര്യം ഉണ്ടാകാറില്ലേ? പുതിയ കാര്യമല്ലല്ലോ. അപ്പൊ ഗവൺമെന്റിനോട് ഭൂമി തരുമെന്ന് ചോദിച്ചു, തരുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തില്ല. പക്ഷെ അതിലെവിടെയാണ് ഫണ്ട് മുക്കലുണ്ടാകുന്നത്? ഫണ്ട് മുക്കലും ഭൂമി കണ്ടെത്താനുണ്ടായ സർക്കാരിനെ ഡിപ്പെൻഡ് ചെയ്തുണ്ടായ കാലാവസ്ഥ രണ്ട് കാര്യമല്ലേ? രണ്ട് എക്സ്ട്രീം അല്ലേ? അല്ലേ? അത് അംഗീകരിക്കുന്നുണ്ടോ? രണ്ട് എക്സ്ട്രീം കാര്യമാണെന്ന് അംഗീകരിക്കുന്നുണ്ടോ? കുലബന്ധമില്ലാത്ത കാര്യമാണെന്ന് അംഗീകരിക്കുന്നു. പക്ഷേ ഈ ഫണ്ട് ഈ മുഖ്യമന്ത്രി അങ്ങനെ വ്യക്തമാക്കിയതാണ്, ഈ സർക്കാർ കണ്ടെത്തുന്ന ഭൂമി അത് ആർക്കും വിട്ടുകൊടുക്കില്ല. അവിടെയൊക്കെ പണം നൽകും, പ്രീപേക്ക് നൽകിയ പോലെ മറ്റ് സംഘടനകളിൽ ആ പണം സ്വീകരിക്കാം. അതിനുശേഷം സർക്കാർ വീട് വെക്കും എന്ന് പറഞ്ഞാണ്. അതിന്റെ കമ്മിറ്റിയിൽ ഈ സംഘടന വിളിച്ച യോഗത്തിൽ പ്രതിപക്ഷ നേതാവ് പങ്കെടുത്തതാണ്. DYF ഉൾപ്പെടെ വിളിച്ചു. നിങ്ങൾ അത്രയും യോഗത്തിൽ പങ്കെടുത്തു. ഇനി അതല്ല, ഇപ്പൊ നിങ്ങൾ പറയുന്നത് സർക്കാരോട് ആവശ്യപ്പെട്ട് സർക്കാർ വിട്ടുകാരെ സർക്കാർ ഒരു വഞ്ചനാപരമായ സമീപനം ചെയ്തു. നിങ്ങൾ എന്തുകൊണ്ട് ഇപ്പോൾ ഒരു വിവാദം ഉണ്ടാക്കുമ്പോൾ മാത്രം ഒരു പത്രസഭ വിവാദം ഉണ്ടാക്കാൻ ഞങ്ങൾ ഇപ്പോഴും ആഗ്രഹിക്കുന്നില്ല. നിങ്ങളല്ല വിവാദം ഉണ്ടായപ്പോൾ മാത്രം നിങ്ങൾക്ക് പറയാമോ? ഇത്ര ഗൗരവമായ ഒരു വിഷയമാണ്, ഇത്ര ഗൗരവമായ ഒരു വിഷയം നിങ്ങൾ എന്തുകൊണ്ട് നേരത്തെ പറയുന്നില്ല? സർക്കാർ വ്യക്തമാക്കിയതല്ലേ? അപ്പോൾ ചോദ്യം കഴിഞ്ഞോ? പറയൂ. മറുപടി എന്റെ പേര് വിളിച്ചോണ്ടിരിക്കുന്നു. ഞാൻ ചോദിക്കുന്നു. അല്ല, അങ്ങനെ ചോദിച്ചു മറുപടി പറയാം. ഇടയ്ക്കിടപെട്ട് കഴിയുമ്പോൾ കുഴപ്പം നമ്മൾ തമ്മിൽ എന്തോ തർക്കമുണ്ടെന്ന് ബാക്കിയുള്ള മാധ്യമപ്രവർത്തകർ തെറ്റിദ്ധാരണ ഉണ്ടാകും. നമ്മൾ തമ്മിൽ തർക്കത്തിന്റെ ആവശ്യമില്ലല്ലോ. അതുകൊണ്ടാണ് തുടർച്ചയായി കത്തടപാടുകൾ നടത്തുന്നത്. മുഖ്യമന്ത്രിയുമായി അവിടെ ഉണ്ടായിരുന്ന ഉപസമിതി അംഗമായ ശ്രീ മുഹമ്മദ് റിയാസുമായി തുടർച്ചയായി കത്തിടപാടുകൾ ഉണ്ടാകുന്നതും അതുപോലെ തന്നെ നിയമസഭയിൽ ഉള്ളപ്പോഴും ഞാൻ കണ്ടിരുന്നു. കാരണം നമ്മളിത് കടുംപിടുത്തം നമുക്കിതിനകത്ത് കടുംപിടുത്തമല്ല വേണ്ടത്. സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ ഭവന നിർമ്മാണത്തിനകത്ത് സർക്കാരിന്റെ ആത്മാർത്ഥത വളരെ എളുപ്പമാണ്. കാരണം അവിടെ ആവശ്യമായതിനേക്കാൾ കൂടുതൽ വീടുകളുടെ ഓഫറുകളുണ്ട്. ഇനി സംസ്ഥാന സർക്കാർ അന്ന് ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടിയാണ് പറഞ്ഞത്. ഞങ്ങളൊരു ഭൂമി കണ്ടെത്തിയ ഭൂമി അതിന് പര്യാപ്തമല്ലാത്തത് കൊണ്ടാണ് സർക്കാരോട് വീണ്ടും ഞങ്ങൾ ചോദിച്ചത്. ഇനി അതും നോയാണ് മറുപടിയെങ്കിൽ ഞങ്ങൾ അതിന് തുടർച്ചയായി ഇന്റർഫിയറൻസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അതിന് നോയാണ് മറുപടി എന്നുള്ള സാഹചര്യത്തിൽ സർക്കാർ അവരോട് പോസിറ്റീവായി റെസ്പോണ്ട് നോയും പറഞ്ഞിട്ടില്ല. പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യാത്തത് കൊണ്ടാണ് ഇന്ന് ബഹുമാനായ KPCC പ്രസിഡന്റ് തന്നെ പറഞ്ഞത്, ഞങ്ങൾ ആ ഭൂമിയിൽ അടുത്ത മാസം തറക്കല്ലിടാൻ പോവുകയാണ്. ആ തറക്കല്ലിട്ട് ഭവന നിർമ്മാണം പൂർത്തീകരിക്കുന്ന 100 വീടുകളിൽ 30 വീട് യൂത്ത് കോൺഗ്രസ് അല്ല. ഒന്ന്, ആ മീറ്റിംഗുമായി ബന്ധപ്പെട്ടിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ കിട്ടിയിരുന്നില്ല. ആ കമ്മ്യൂണിക്കേഷൻ കിട്ടാത്തതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഞങ്ങൾ അവരെ അറിയിച്ചപ്പോൾ പറഞ്ഞു മെയിൽ ത്രൂ ആണ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു. അപ്പം
നിങ്ങൾ നമ്മളൊക്കെ ഇപ്പൊ നിങ്ങൾ അന്ന് എല്ലാ ദിവസവും മെയിൽ ചെക്ക് ചെയ്യുന്ന ആളാണോ എന്ന് എനിക്കറിയില്ല. എല്ലാ ദിവസവും മെയിൽ ചെക്ക് ചെയ്യുന്ന പതിവൊന്നും നമുക്ക് ആർക്കില്ല. നിങ്ങൾക്ക് ഈ സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് എല്ലാ ദിവസവും മെയിൽ കമ്മ്യൂണിക്കേഷൻ ചെക്ക് ചെയ്യാൻ പൂർത്തീകരിക്കണം. അങ്ങനെ ചോദ്യം പ്ലേസ് ഒരു ആൻസർ അല്ല വേണ്ടേ. ഇനി ആ മീറ്റിംഗിനകത്ത് ഞങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റാത്തപ്പോഴാണ് ഞങ്ങൾ വീണ്ടും ഞങ്ങൾ റിക്വസ്റ്റ് വെച്ചത്. ഞങ്ങൾ ഈ നിമിഷവും പറഞ്ഞല്ലോ, ഈ നിമിഷവും ഞങ്ങൾ അതിനകത്ത് വിവാദം ഉണ്ടാക്കാൻ നിൽക്കുന്ന ആളുകളല്ല. ഇപ്പൊ ചോദ്യങ്ങൾ വന്നുകൊണ്ടാണ് എന്താണ് ഇതുവരെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന വാർത്ത. ഇനി അന്ന് മറുപടി പറയും ഫണ്ട് മുക്കിയത് എവിടെയാണ്? കൈരളി വാർത്ത കൊടുത്തത് ഫണ്ട് എന്റെ ഒന്നാമത്തെ പോയിന്റിന് അങ്ങ് മറുപടി പറയും. മാധ്യമ സമ്മേളനമല്ലേ, അങ്ങനെ ഒന്നാമത്തെ പോയിന്റ് മറുപടി പറയും. കൈരളിയുടെ അതൊന്നും ഒന്നാമത്തെ വിഷയമാണ്. കൈരളിയുടെ വാർത്തയാണ് ഫണ്ട് മുക്കി എന്നുള്ളത്. അങ്ങ് തെളിയിക്കൂ, ഞാൻ ആ രാജ്യമില്ല. അല്ല രാഹുലെ ഫണ്ടിലേക്ക് ഞാൻ ഫണ്ടിലേക്ക് വരാം. ഈ കാര്യം സംസാരിക്കാൻ ചോദ്യം ഫണ്ട് മുക്കിയില്ലെന്ന് സംസാരിക്കാൻ സമയമുണ്ടല്ലോ. രാഹുൽ ചോദിക്കുമ്പോൾ രാഹുൽ ഉത്തരത്തിൽ ചോദ്യമാണ്. നമ്മൾ ഒരു ചോദ്യം ചോദിക്കണം ശരിയല്ല, ഉത്തരമാണ്. രാഹുൽ അങ്ങനെ പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗ് നടന്നു, സംഘടന വിളിക്കുന്നു, യൂത്ത് കോൺഗ്രസ് ഫണ്ടില്ലാന്ന് വലിയ കേരളത്തിന്റെ പ്രധാനപ്പെട്ട ഒരുമിച്ച് നിങ്ങളുടെ വിഷയമില്ലേ, നിങ്ങൾ അങ്ങോട്ട് ആവശ്യപ്പെട്ടോ, ഞാൻ എന്തുകൊണ്ട് വിളിച്ചില്ല. ഇനി പോട്ടെ, നിങ്ങൾ അവിടെ പങ്കെടുത്തില്ല, പ്രതിപക്ഷമാവും പങ്കെടുത്തില്ല, അവിടുത്തെ തീരുമാനം പരസ്യമായി സ്പെസിഫിക്കാണ്. പ്രതിപക്ഷമാണോ ആ മീറ്റിംഗിൽ പറഞ്ഞിട്ടുണ്ടോ ഇതുവരെ യൂത്ത് കോൺഗ്രസിന്റെ ആവശ്യം ഇതാണ്, ഭൂമി വിട്ട് നൽകണമെന്ന് ആവശ്യപ്പെട്ടുണ്ടോ പ്രതിപക്ഷ മീറ്റിംഗിൽ? കോൺഗ്രസിന്റെ ആവശ്യം, അതായത് യൂത്ത് കോൺഗ്രസിന്റെ ആവശ്യം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് തന്നെ ആവശ്യപ്പെട്ടിട്ടുള്ളൂ. ആ മീറ്റിംഗിൽ ആ സംഘടന മീറ്റിംഗിൽ പ്രതിപക്ഷമാവുണ്ടേ അന്ന് പ്രൂവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പോയിട്ട് പറഞ്ഞില്ല. അവിടെ ചോദ്യം അത് പ്രൂവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പോയിന്റ് അറിയാം, ചോദ്യത്തിന് പോയിന്റാണ് പറയുന്നത്. അല്ല ശരി. എന്റെ ചോദ്യം അതായത് ഭൂമിയുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ഞങ്ങളുടെ തർക്കമല്ലല്ലോ പറയുന്നത്. ഇതുവരെ ഉണ്ടായ സംഭവങ്ങൾ എന്താണ് എന്ന് പറയട്ടെ. ഇതുവരെ ഭൂമിയുമായി ബന്ധപ്പെട്ട് അങ്ങ് ഈ പോയിന്റിൽ നിന്ന് നിങ്ങൾ ഇതുവരെ കൊടുത്തോണ്ടിരുന്നത് ഭൂമി വാങ്ങാൻ വൈകുന്നുള്ള വാർത്തയല്ലല്ലോ കൊടുത്തോണ്ടിരുന്നത്. അങ്ങ് ആ ഫോക്കസ് അങ്ങ് വല്ലാതെ മാറ്റിയിട്ട് വേറൊരു പോയിന്റ് നിൽക്കല്ലേ. ഭൂമി വാങ്ങാൻ വൈകി എന്ന വാർത്ത കൊടുക്കുന്ന ഒരു മാധ്യമ സ്ഥാപനത്തിന്റെ പേര് പറഞ്ഞു, കൈരളി ഉൾപ്പെടെ വാർത്ത കൊടുത്തു. നിങ്ങൾ ഭൂമി വാങ്ങാൻ വൈകി എന്ന വാർത്ത ഏതെങ്കിലും ഒരു മാധ്യമ സ്ഥാപനം വന്നോ? കൈരളി ഉൾപ്പെടെ കൊടുത്ത വാർത്ത എന്താ? ഫണ്ട് മുക്കി, അതല്ലേ വിഷയം. ഫണ്ട് മുക്കിയെങ്കിൽ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ആരോപണം വന്നപ്പോഴാണല്ലോ നിങ്ങൾ ഉൾപ്പെടെ ഫണ്ട് തിരിമറിയുടെ ആരോപണം, അങ്ങനെ ഒരു ആരോപണം പറഞ്ഞത് ബാക്കൗട്ട് ചെയ്യാം. അത് ശരിയല്ലല്ലോ. അതായത് ഇപ്പോൾ ഇത്തരത്തിൽ ഭൂമി കിട്ടുന്നില്ല, അതുകൊണ്ടാണ് പ്രതിസന്ധി എന്ന് പറഞ്ഞല്ലോ. അതെപ്പോഴാണ് നിങ്ങൾ പറഞ്ഞത്? ഇപ്പൊ മാത്രമല്ല, ഇനി അതിന്റെ കൂടെ തന്നെ ഒരു ചോദ്യം, സർക്കാരിനോട് രേഖാമൂലം എപ്പോഴാണ് നിങ്ങൾ ഭൂമി വിട്ടു നൽകണമെന്ന് ആവശ്യപ്പെട്ടത്? എങ്ങനെയാണ് സർക്കാരിനോട് പല കുറി, അതായത് 3 കത്ത് മുഖ്യമന്ത്രിക്ക് കൊടുത്തത്. മൂന്ന് കത്ത് മുഖ്യമന്ത്രി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ മെയിനായിട്ട് കത്തായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ടല്ലോ. ഞാൻ നിയമസഭാ സാമാജിക കൂടിയല്ലേ ഞാൻ ചോദിക്കുന്നത്. കത്ത് കാണിക്കും, കത്ത് കൊടുക്കില്ല. രാഹുലിന്റെ ചർച്ച ഈ ഫണ്ട് വിവാദത്തിലാണെങ്കിൽ രാഹുലിന്റെ മറുപടി ഫണ്ട് മുക്കിയിട്ടില്ലെന്ന് പറഞ്ഞാൽ മതിയല്ലോ. പക്ഷെ രാഹുലിന്റെ മറുപടി അവിടേക്ക് ഇരിക്കുന്നില്ല. അവിടെയാണ് ഫണ്ടിന്റെ കാര്യം തീരുമാനമായി. അല്ല ഫണ്ടില്ല, ഫണ്ട് വരാം. അല്ല ഫണ്ടിലേക്ക് വരും. ന്യൂസ് മലയാളത്തിന്റെ പ്രിയപ്പെട്ട സ്നേഹിത, അങ്ങ് എത്രയൊക്കെ ശ്രമിച്ചാലും ഈ പോസ്റ്റിൽ നിന്നും മാറ്റി കൊണ്ടുപോകണ്ട. നമ്മുടെ വിഷയം ഇനി പറയട്ടെ. ഇനി നിങ്ങൾ വാർത്ത കൊടുത്തത് നിങ്ങളുടെ വാർത്ത എന്താ? ഈ വിഷയം സ്വാഭാവികമായിട്ടും എല്ലാ എന്താ നിങ്ങൾ കണ്ട് തിരുവനന്തപുരം സർക്കാർ
ന്യൂസ് മലയാളത്തിന്റെ വാർത്ത നിങ്ങളുടെ സംസ്ഥാന ക്യാമ്പിനുള്ളിൽ അത്തരത്തിലുള്ള വിമർശനം ഉയർത്തുന്ന നിങ്ങളുടെ സംസ്ഥാന ക്യാമ്പിനുള്ളിൽ പങ്കെടുത്ത പ്രവർത്തകര് ഇപ്പൊ ആരെങ്കിലും പറയിപ്പിക്കാൻ നിങ്ങളുടെ ക്യാമ്പിനുള്ളിൽ പ്രവർത്തകർ ഉന്നയിച്ച വിമർശനങ്ങൾ പറഞ്ഞതിനാണ് ഇത്തരത്തിലുള്ള സാമ്പത്തിക ഉണ്ടായിട്ടുള്ളത്. അത് അതിന് ന്യൂസ് മലയാളത്തിന്റെ വാർത്തയാണ് പറയുന്നത്. നിങ്ങളുടെ ക്യാമ്പിന്റെ അധ്യക്ഷൻ ഞാനാണ്. നിങ്ങളുടെ അധ്യക്ഷനായ നിങ്ങളുടെ അങ്ങനെ ചോദ്യം എന്താണ്? ക്യാമ്പിനകത്ത് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത് ആ ക്യാമ്പിന്റെ അധ്യക്ഷനാണ്. ആ ക്യാമ്പിന്റെ വിവിധ പ്രൊസീഡിയറിൽ നിന്ന ആളുമാണ് ഈ ഇരിക്കുന്ന സഹപ്രവർത്തകർ. ആ ക്യാമ്പിനകത്ത് അങ്ങനെ ചർച്ച ഉണ്ടായിട്ടില്ല. അപ്പൊ ഇനി പോട്ടെ, നിങ്ങളൊരു വാർത്ത കൊടുത്തു. ആ വാർത്ത നിങ്ങളുടെ അതിനകത്ത് തന്നെ ആധികാരികതയില്ല. ഒന്ന് ക്യാമ്പിനകത്ത് ഒരാൾ പറഞ്ഞില്ല ആ ആളുടെ പേര് പറയും, ആ ആളുടെ പേര് പറഞ്ഞിട്ട് ആ ആളെ കൊണ്ട് പറയും, അങ്ങനെ പറഞ്ഞു. ഇനി രണ്ട്, അപ്പൊ നിങ്ങൾക്ക് അതിനകത്ത് ഒരു ആധികാരികതയില്ല. ഇനി ആ ആളെ ക്യാരി ചെയ്തിട്ട് തന്നെ ക്യാമ്പിന് ഒരു പ്രതിനിധി 786 പേര് പങ്കെടുത്ത ക്യാമ്പിന്റെ പ്രതിനിധി എന്ന ഒരു ജനറലൈസേഷൻ ടാഗിനകത്ത് നിങ്ങൾ കൊടുത്ത ഫണ്ടിന്റെ വിഷയമാണ്. ആ ഫണ്ടിനെ പറ്റിയുള്ള മറുപടിയാണ് ഈ പറയുന്നത്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് എടുത്തത് രാഹുൽ ഫണ്ടിന്റെ കാര്യത്തിൽ പറയാൻ സർക്കാർ ഭൂമിയെ കുറ്റപ്പെടുത്തി. ആ ചോദ്യം ചോദിച്ചു രാഹുലിന്റെ മറുപടി ഫണ്ടിൽ ശരി രാഹുൽ പറഞ്ഞ ഫണ്ടില്ല. ഈ ഫണ്ട് ഇപ്പൊ എത്ര ലക്ഷം രൂപയാണ് ഇവിടെ കളക്ട് ചെയ്തത്? 88,68,827. ഈ അക്കൗണ്ട് മൊത്തം അക്കൗണ്ട് വഴിയാണോ പൈസ കളക്ട് ചെയ്തത്? ഈ നിങ്ങളുടെ ജില്ലാ കമ്മിറ്റികൾ നിങ്ങളുടെ അക്കൗണ്ടിൽ സംസ്ഥാന കമ്മിറ്റി എന്നുള്ള കാര്യമല്ല ചോദിക്കുന്നത്. നേരിട്ട് കളക്ട് ചെയ്ത് ജനങ്ങളെ കളക്ട് ചെയ്ത് അക്കൗണ്ട് വഴിയാണ്. അതായത് ഞങ്ങൾ ഏത് മെക്കാനിസത്തിലൂടെയാണോ കളക്ട് ചെയ്തത് അത് ഫുൾ പൈസ ജനങ്ങൾ ചലഞ്ച് നടത്തുമ്പോൾ നിങ്ങൾ നടത്തിയ ചലഞ്ച് നടത്തുമ്പോൾ ബാങ്ക് അക്കൗണ്ടാണോ പൈസ? അല്ല, അത് ഡിവൈഎഫ്ഐ നടത്തിയ ചലഞ്ച് ഒരു ചോദ്യം പറയാൻ വേണ്ടി ചോദ്യം പറയില്ല. അതിന്റെ യുക്തി എന്താ ഒന്ന് പറയട്ടെ. അപ്പം പായസ ചലഞ്ചിന്റെ പൈസ ഓരോ താഴത്തെ ഘടകങ്ങൾ കളക്ട് ചെയ്തു. ആ കളക്ട് ചെയ്യുന്ന ഘടകങ്ങൾ മേളിലേക്ക് കൊടുക്കുന്നു. ആ മേളിലേക്ക് കൊടുക്കുന്ന പ്രക്രിയയിലാണോ ഇപ്പൊ ഞാനൊരു ആരോപണം ഉന്നയിക്കുകയാണ്. നിങ്ങൾ പറഞ്ഞതിന്റെ ശരിക്ക് പറയാം. ഡിവൈഎഫ്ഐക്ക് 20 കോടിയല്ല 30 കോടിയാണ് താഴത്തെ തെളിയിച്ചത് പോലെ അവരെങ്ങനെ തെളിയിക്കാൻ പറ്റുക? എങ്ങനെയാണ് തെളിയിക്കാൻ പറ്റുക? ഓരോ ആളുകൾ ഇന്ന് പായസ ചലഞ്ച് എന്താണ് ഈ പറഞ്ഞത്? ഈ വീട്ടിൽ ചുമ്മാ ഒരു മാധ്യമ പ്രവർത്തകനാണ്, ഒരു സ്കൂൾ ഓഫ് ജേർണലിസ്റ്റ് പഠിച്ച ആളെ ചോദിച്ചു. സ്കൂൾ ഓഫ് ജേർണലിസ്റ്റ് ചോദിച്ച ബില്ലുണ്ടോ? ഡിവൈഎഫ്ഐ ബില്ലുണ്ടോ? ഡിവൈഎഫ്ഐ ബില്ലുണ്ടോ? നമ്മുടെ കയ്യിൽ, അതായത് സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് എന്റെ പണം വെച്ചിട്ടാണല്ലോ നിങ്ങളുടെ കാത് വന്നത്. ആണല്ലോ, എന്റെ പണം വെച്ചിട്ടല്ലേ നിങ്ങളുടെ കാത് വന്നത്. എന്റെ പണം വെച്ച് കാത് വന്നതാണല്ലോ. എന്റെ പണം വെച്ച് വരുന്ന കാത് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കിട്ടിയ പണത്തെ പറ്റിയിട്ടാണല്ലോ ആരോപണം ഉന്നയിക്കപ്പെട്ടത്. ആണല്ലോ, അതല്ല നിങ്ങൾ പിന്നെ ആരെങ്കിലും ഒരു വ്യക്തി ആ ആളുകൾക്ക് പായസം കൊടുത്തു, അതിന്റെ കണക്ക് വന്നില്ല എന്നുള്ള പടമല്ലോ നിങ്ങൾ കൊടുത്തത്. നിങ്ങൾ കൊടുത്തത് ഞാൻ മുക്കി, അല്ലെങ്കിൽ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി മുക്കിയതാ. സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിക്ക് പണം കൈമാറാനുള്ള ഏക മാർഗം സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ അക്കൗണ്ട് ആയിരുന്നു. അതിന്റെ പ്രചരണങ്ങളുമായി ബന്ധപ്പെട്ട് ഡേ 1 തൊട്ട് ഞങ്ങളുടെ പോസ്റ്ററുകളിലുമെല്ലാം ഞങ്ങൾ പറഞ്ഞ കാര്യമാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഇൻസൈഡ് ആയിട്ടുള്ള നടത്തിയ കളക്ഷൻ മുഴുവൻ സംസ്ഥാന കമ്മിറ്റിയുടെ അക്കൗണ്ടിലേക്കാണ്. നിങ്ങൾ പറഞ്ഞ ഫണ്ട് കളക്ഷന്റെ പ്രശ്നമാണെങ്കിൽ പറയൂ. ചില്ലിക്കാശ് ഈ അക്കൗണ്ടിൽ നിന്ന് ഞങ്ങൾ പിൻവലിച്ചിട്ടുണ്ടോ? അതാ ചോദ്യം. അത് ചോദിക്കുമ്പോ പായസം വാങ്ങിയത് റെസിപ്റ്റ് ഉണ്ടല്ലോ, അത് കിട്ടിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ചൈൽഡിഷ്. അതായത് നമ്മുടെ ഇന്ന് ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്തതാണ്. ഷാഫി പറമ്പിലിന്റെ ഒരു പോസ്റ്റ് ചെയ്തത് സർക്കാരിൽ നിന്നും ഭൂമി കിട്ടിയില്ല, അതുകൊണ്ടാണ് വീട് നിർമ്മാണം നടക്കാതിരുന്നതാണ്. അതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് വടകര എം പി ഷാഫി പറമ്പിൽ എന്ന് പറഞ്ഞത് തന്നെയാണോ, എങ്കിൽ ശുദ്ധ തെമ്മാടിത്തരമാണോ, അല്ലെങ്കിൽ പരമലാഷ? ഇങ്ങനെയാണ് അദ്ദേഹത്തിന്റെ പോസ്റ്റിന്റെ തുടക്കം. PM മനോജ് മെച്ചപ്പെട്ട ഭാഷയെ സംസാരിക്കുമ്പോൾ ഇത്തരത്തിലൊരു കത്ത് അല്ല യൂത്ത് കോൺഗ്രസ് ഒരു കത്ത് നൽകിയിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹം ആരോപിക്കുന്നത്. ഇത്തരത്തിൽ യൂത്ത് കോൺഗ്രസ് സർക്കാരിന് ഒരു കത്ത് നൽകിയിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹം ആരോപിക്കുന്നത്. അതായത് അങ്ങയുടെ വാർത്തയാണ്. അങ്ങയുടെ മനോരമക്കാർ ചോദിച്ചോണ്ട് മനോരമയുടെ വാർത്ത എല്ലാത്തിനും
അങ്ങ് ഈ ഫസ്റ്റ് പ്രസിഡന്റ് ഞാൻ മനോരമയോട് സംസാരിക്കില്ല. ഞാൻ മനോരമയോട് സംസാരിക്കുമ്പോ അങ്ങ് ഈ മുഴുവൻ പോസ്റ്റിന്റെയും ഗോളി ഞാനാണ് എന്ന് പറഞ്ഞിട്ട് എല്ലാം അങ്ങ് സേവ് ചെയ്തിരിക്കുന്നത്. മനോരമയോട് സംസാരിക്കുമ്പോ അങ്ങയുടെ തന്നെ സ്ഥാപനത്തിന്റെ ഇതല്ലെങ്കിൽ ശ്രീ മുഹമ്മദ് റിയാസ് ജിന്നയ്ക്ക് ഈ വാർത്ത മുഹമ്മദ് റിയാസ് ജിന്നയ്ക്ക് അപ്പൊ അത് കൊടുത്തു ഞാൻ രാവിലെ പറയും ശ്രീ മുഹമ്മദ് റിയാസ് ഇത് കിട്ടിയില്ല എന്ന് പറയുന്നു. ശരി, ഇനി അടുത്തത് ഒരു പ്രധാനപ്പെട്ട കാര്യം, എന്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ ഒരു വീട് പിടിക്കാത്തത്? ഒരു വർഷമായി ചോദ്യം. 770 കോടി രൂപ സംസ്ഥാന സർക്കാരിന്റെ പൊതുജനാവിന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ കൊടുക്ക പൊട്ടിച്ച് ആടിനെ വിറ്റ് ട്യൂഷൻ എടുത്ത് പത്രം വിറ്റ് ഇപ്പൊ നിങ്ങൾ പറഞ്ഞ ഡിവൈഎഫ്ഐ കൊടുത്ത പണം ഉൾപ്പെടെ ഒരു വീട് നിർമ്മിച്ചു. എന്താ വൈകുന്നത്? ശരി, ഞങ്ങൾക്ക് ഭൂമി തരുന്നില്ല സർക്കാർ ഭൂമിയുണ്ട്, എന്താ നിർമ്മിക്കാത്തത്? എന്താ ഇതുവരെ നിർമ്മിക്കാത്തത്? സർക്കാർ ഒരു ഓട്ടോ വാങ്ങിച്ചു ഒറ്റൊരാൾക്ക്. അപ്പൊ ഇനി ചോദിക്കാം, അതിന് ക്ലോസ് ഉണ്ടോ എന്ന് ചോദിക്കാം. ചെങ്ങന്നൂർ മുൻ MLA KK രാമചന്ദ്രൻ, KK രാമചന്ദ്രന്റെ വ്യക്തിപരമായ ബാധ്യത നീക്കം ചെയ്യാൻ ദുരിതാശ്വാസത്തിന് പണം കൊടുക്കാൻ ക്ലോസ് കണ്ടെത്താം. അന്തരിച്ച LDF നേതാവ് ഉഴവൂർ വിജയന്റെ കുടുംബത്തെ സഹായിക്കാൻ ക്ലോസ് വിട്ട് കണ്ടീഷൻസ് കണ്ടെത്താം. അല്ലെ, ഉഴവൂർ വിജയൻ എന്ന് പറയുന്ന മുന്നണി നേതാവിന്റെ സാമ്പത്തിക ബാധ്യതയെ ഒഴിവാക്കാൻ സംസ്ഥാന സർക്കാരിന് നിയമങ്ങൾ ബാധകമല്ല. പക്ഷേ മുണ്ടക്കൈക്കാരന് ചൂർമലക്കാരന് ഒരു ഓട്ടോ വാങ്ങിക്കൊടുക്കാൻ നിയമപ്രശ്നം, ഒരു ജീപ്പ് വാങ്ങിക്കൊടുക്കാൻ, ഉപജീവനത്തിന്റെ ജീപ്പ് വാങ്ങിക്കൊടുക്കാൻ നിയമപ്രശ്നം. അതെന്ത് നിയമപ്രശ്നം? വാട്ട് ഈസ് ദ പ്രയോറിറ്റി ഓഫ് ദ ഗവൺമെന്റ്? എന്താ ഗവൺമെന്റ് പ്രയോറിറ്റി? ഈ വിഷയം ഇപ്പൊ ചർച്ചയായത് നന്നായി എന്നുള്ള പോയിന്റുകാരാണ്. ഞങ്ങൾ അടുത്ത മാസം കല്ലേറ്റത്ത് പ്രവർത്തനം ആരംഭിക്കും. മുസ്ലിം ലീഗ് പ്രവർത്തനം ആരംഭിച്ചു. മുസ്ലിം ലീഗിനും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുമുള്ള മെക്കാനിസം പോലും സംസ്ഥാന സർക്കാരിനില്ലേ? ഇത്ര ഭീമമായ തുക പൊതുഖജനാവിൽ നിന്ന് പൊതുജനങ്ങളിൽ നിന്നും പിരിച്ചു. സ്വാഭാവികമായിട്ടും ഏതെങ്കിലും രാഷ്ട്രീയ സംഘടനകൾക്ക് കിട്ടുന്ന പണം അത് അതിനോട് അഫിലിയേഷനുള്ള ആളുകളായിരിക്കും കൂടുതലായിട്ട് കൊടുക്കുക. ഇത് അതുമല്ല, ജനങ്ങൾ കൊടുത്ത പണം എന്താ ചെയ്ത്? ഇനി ഇതൊരു വർഷമായോട് പറയാം. നിലമ്പൂരിൽ കുതിരക്കൽ നടന്നു. ആ നിലമ്പൂരിൽ നമ്മൾ പോയാൽ മാനിയമ്പുഴയിൽ 2019 പൊളിഞ്ഞ പാലം ഇതൊരു പൂർത്തീകരിച്ചു. 2019 പൊളിഞ്ഞ പാലം അന്നത്തെ കൂടിയിട്ട് 1000 കോടി കിട്ടി അല്ലേ? ആദ്യ പ്രളയത്തിൽ 1000 ചിലവാനം കോടി കിട്ടിയ ഒന്നാം പ്രളയത്തിന്റെ സമയത്ത് വാണിയമ്പുഴയിലെ മനുഷ്യന്മാർ അവർക്ക് നഷ്ടമായ ഒരു പാലം നിങ്ങൾ പോണം കേട്ടോ. മാധ്യമപ്രവർത്തകരുടെ റിക്വസ്റ്റാണ്. മഴയൊന്ന് പെയ്താൽ ചങ്ങാരം ഇങ്ങനെ കിടന്ന് കറങ്ങും. ആ അപകടകരമായ സാഹചര്യത്തിലൂടെ വേണം ചാലിയാർ കടന്ന് അവിടെ താമസിക്കുന്ന മനുഷ്യന്മാർ ഇപ്പോൾ വരട്ടെ. നിങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തില്ലേ? അവിടെ ആന ഒരു മനുഷ്യനെ കൊന്നപ്പോ ആ മൃതശരീരം എടുക്കാനായി പോകുമ്പോ അവിടുത്തെ MLA തന്നെ കുടുങ്ങിപ്പോയി. അയച്ചില്ലേ? നിങ്ങളല്ലേ വാർത്ത കൊടുത്തത്? എന്തുകൊണ്ടത്? ഇത്ര കോടിക്കണക്കിന് രൂപ ഞാൻ ചോദിക്കുന്നത്, 770 കോടി നമ്മൾ കൊടുത്തില്ലേ? സർക്കാർ വീട് നിർമ്മിക്കാൻ എത്ര സമയം വേണം? ഒരാൾക്കല്ലേ കൊടുത്തില്ലേ? ഒരാൾക്കല്ലേ കൊടുത്തില്ലേ? അതിന്റെ ബാക്കിയൊന്നും ഞാനിപ്പോ പറയുന്നു. അജയ് തറയിൽ ഉന്നയിച്ച ഒരു വിഷയം, യുവതലമുറയ്ക്ക് ഖദറിനോട് താല്പര്യമില്ല, ഖദറും അതേതത്വമാണ് കോൺഗ്രസിന്റെ ആത്മാവ് എന്ന് പറഞ്ഞാണ് അദ്ദേഹത്തിന്റെ. അപ്പൊ ഈ വിഷയം നമ്മള് മാതൃഭൂമി അടക്കം അവസാനിപ്പിക്കുകയാണ്. അപ്പൊ ഇവിടുത്തെ തന്നെ ഏറ്റവും മുതിർന്ന മാധ്യമപ്രവർത്തകനാണ് അങ്ങ് അഭിലാലക്കർ, മാതൃഭൂമിയുടെ റിപ്പോർട്ടറാണ്. അങ്ങനെ പരിശോധിക്കാം, അതൊന്ന് നോക്കണം. അങ്ങ് നോക്കിയിട്ട്, കാരണം ഇതിനകത്ത് ഒരു ക്ലാരിറ്റി നമുക്ക് വേണം. അതുകൊണ്ടാണ് അപ്പൊ അദ്ദേഹത്തെ വിളിക്കുമ്പോൾ അദ്ദേഹം പ്രകോപിതനാണ്. ഈ Day 1 തൊട്ട് അന്ന് തന്നെ ഒന്ന് പറയണം. Day 1 തൊട്ട് അവസാനം വരെയുള്ള ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസമെങ്കിലും വിഡ്രോവൽ ഉണ്ടോ നമുക്ക് നോക്കണം.